ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തണം നിങ്ങൾ ഇന്ന് വളരെ എണ്ണമിട്ട് പറയാൻ പറഞ്ഞൊരു 5 കാരണങ്ങൾ എന്തായിരിക്കും പറയാം? തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കാം. നമ്മൾ എത്ര ബ്ലസ്ഡ് ആണെന്നറിയാവോ? ഇപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി, ആ വ്യക്തി ഇന്ന് ജനിച്ചിട്ട് ഇന്ന് വരെ ഈ ഭൂമിയുടെ ഭംഗി കണ്ടിട്ടില്ല, ജന്മം കൊടുത്ത പേരൻസിനെ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാഴ്ചകൾ എണ്ണമറ്റതാ. നമുക്ക് ആ കാഴ്ച ശക്തി തന്ന ദൈവത്തോട് ഒരിക്കലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 നേരം അന്നം കഴിക്കുന്നുണ്ട്, എത്രയോ മനുഷ്യർക്ക് അത് കഴിക്കാനില്ല. പലരും റോഡ് സൈഡിലും ബസ് സ്റ്റാൻഡിലും കടത്തിണ്ടയിലും കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട്. ദൈവത്തോട് നമ്മൾ നന്ദി പറയാറുണ്ടോ? സോ നന്ദി പറയുക. ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മൾ ഈ നന്ദി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് റിലീസാവും. ഇത് നമ്മളെ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ സഹായിക്കും. അതൊരു സീക്രട്ടാണ്. രണ്ടാമത്തെ കാര്യം, ക്ഷമിച്ചു കൊടുക്കുക. മനുഷ്യരോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒരു കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ വന്നവരാണ്. ആൾക്കാരോടുള്ള പകയും ദേഷ്യവും കൊണ്ട് നടന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്താതെ സ്വന്തം ജീവിതം നശിപ്പിക്കാതെ ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തി നമുക്ക് ശാന്തി സമാധാനവും കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവും. അതുപോലെ തന്നെ നമ്മുടെ ഈഗോ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ്, ഞാനെന്ന ഭാവം എടുത്തു കളഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടൊരു ബൈബിൾ വാക്യമാണ് ഒരു മതിൽ എഴുതി വെച്ച്, നീ എത്രത്തോളം ഉന്നതനാകുന്നോ നീ അത്രത്തോളം വിനീതനാണ്. എളിമയോടെ ജീവിക്കുക. എത്ര സക്സസ് തലയ്ക്കും മീതെ വന്നാലും നമ്മൾ എളിമയിൽ ജീവിക്കുക. അതുപോലെ ദൈവികമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും, ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ 5 നേരം നിങ്ങൾ നിസ്കാരം ചെയ്യുക. ഹിന്ദുക്കളാണെങ്കിൽ 2 നേരം നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ നിങ്ങൾ ബൈബിൾ പ്രാർത്ഥനകൾ സന്ധ്യയ്ക്ക് ചെയ്യുന്ന പ്രാർത്ഥന ചെയ്യുക. ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. അതായത് നമുക്ക് എപ്പോഴും എന്ത് കാര്യം വന്നാലും ഈ ടെൻഷനും സ്ട്രെസ്സും വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എന്തോ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അത്രയും സ്ട്രോങ് ആണ് അവൻ്റെ ബിലീഫ് എങ്കിൽ ഏത് സിറ്റുവേഷൻ വന്നാലും അവൻ തളരത്തില്ല. ദൈവം പലതും പരീക്ഷ നോക്കും. ഏത് പരീക്ഷണം വന്നാലും അവൻ അതിൽ ദൈവവിശ്വാസം കൈവിടുന്നില്ലെങ്കിൽ വിളിച്ച വെളിപ്പുറത്തെത്തും ദൈവം. 5ാമത്, മനസ്സ് ശുദ്ധമാക്കി വയ്ക്കും. മനസ്സിനകത്ത് ആരോടും പകയും വെറുപ്പും വിരോധവും വിദ്വേഷവും ദേഷ്യവും ആരുടെ സക്സസിൽ അസൂയയും ഒന്നുമില്ലാതെ ഏറ്റവും ശുദ്ധ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാ മേഖലയിലും നമ്മൾ വിജയിക്കും. ഹാപ്പിനെസ് ഗ്യാരൻറ്റീഡ് ആണ്. 100% ഹാപ്പിനെസ് ഗ്യാരൻറ്റി. ആ വാക്കുകളിൽ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്.